നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബന്ധത്തിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ഇത് പോസിറ്റീവായൊരു ബന്ധമാണോ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നത്. പിന്നെ ടാറോ റീഡിങ്സിൻ്റെ എനർജി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. കാരണം ബട്ട് കർമ്മ കണക്റ്റ് ആവാതിരിക്കാനാണ്. പിന്നെ ഇതൊരു എനർജി എന്ന് പറയുന്നത് ഡിവൈൻ്റെ ആണ്. മാത്രവുമല്ല ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഹീലാവാൻ പോകുന്നതായിട്ടും, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇൻഫർമേഷൻസുകൾ, ചില കാര്യങ്ങൾ അറിയേണ്ട ടൈമായി എന്നതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും ബ്ലോക്കേജുകളെയും ശത്രുദോഷങ്ങളെയും ഡബിൾ എനർജികളുടെ പ്രസൻസിനെയും അതാരിൽ നിന്ന് എങ്ങനെ എവിടെ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് കണക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സം, അതിൽ നിന്ന് പരിഹാരം എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത്, അതിന് കാരണം എന്താണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലോക്കേജ്, കരിയർ ബ്ലോക്കേജ്, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ചോദിച്ച് അതിൽ നിന്ന് ആൻസർ മനസ്സിലാക്കി, കാര്യങ്ങളുടെ ആ ഒരു കാര്യ ഗൗരവം മനസ്സിലാക്കി, കൂടാതെ തന്നെ അതിൻ്റെ പരിഹാരവും വ്യക്തമായി ചോദിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ മാറ്റം, നിങ്ങളിലൊരു വലിയൊരു ചേഞ്ചിങ് വരുത്താൻ പറ്റുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അതും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എടുക്കേണ്ട തീരുമാനം നാനോ സോൾസിൻ്റെ എനർജിയാണ്. ഇത് കർമ്മ റിലേഷൻഷിപ്പാണ് കേട്ടോ. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റിലെയോ മുൻകാലങ്ങളിലെയോ ചില പ്രോബ്ലംസുകളെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില തെറ്റുകളെ, നിങ്ങൾ മറ്റാരിലോ കൊടുത്ത ഒരു പെയിൻ എനർജിയെ ബേസ് ചെയ്ത് കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് നിന്നും സെൽഫായിട്ട് നിങ്ങൾ പുറത്ത് കടക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് മറ്റൊരു വഴിക്കൊന്നും പുറമെ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്നും ഈ ഒരു പെയിനിൽ നിന്നും പുറത്ത് കടക്കാൻ, ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് സപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ കണക്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു കർമ്മയെ നിങ്ങൾ സ്വയം പുറത്ത് കടക്കണം, ഈ കർമ്മയിൽ നിന്നും സ്വയം പുറത്ത് കടക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിർണായക നിമിഷങ്ങൾ നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അറിയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഡ് കർമ്മയെ പൂർണ്ണമായിട്ട് ഹീലാക്കാൻ വന്നിരിക്കുന്ന റിലേഷനെയാണ്. ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് വളരെ പ്രഷ്യസ് ആയ ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള ഒരു പ്രതീക്ഷയുടെ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒക്കെ ഒരു എനർജി ആയിട്ട് നിങ്ങളിൽ കണക്റ്റഡ് ആയ ഒരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് മറ്റു ചുറ്റുമുള്ള ഒന്നും ഇത്രത്തോളം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം ആഴത്തിൽ നിങ്ങളെ കണക്റ്റ് ചെയ്ത മറ്റൊരു ബന്ധങ്ങളുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള എനർജികൾ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടും നിങ്ങളെ ഇത്രത്തോളം ഹാർട്ട് ടച്ചിങ് എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഇത്രത്തോളം നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റിയെടുത്ത ചില സമയങ്ങളുണ്ട് ഈ ഒരു ബന്ധത്തിലെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്വപ്നങ്ങൾ,
നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഒരു എനർജി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേർന്നത് കർമ്മ ബേസിലാണ്. നിങ്ങൾക്ക് ചില ഹീലിങ്ങുകൾ, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ചില കർമ്മ ഹീലിങ്ങിന് വേണ്ടിയിട്ട് കണക്റ്റഡായ ബന്ധമാണ് ഈ ഒരു റിലേഷനിൽ നിന്നും. ഇപ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എലോൺ എനർജി അനുഭവിക്കുന്നുണ്ട്, ചീറ്റിംഗ് എനർജി അനുഭവിക്കുന്നുണ്ട്, വിയോഗം, ഭയങ്കരമായി ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കറൻറ്റ്ലി കടന്നു പോകുന്നുണ്ട്. മാത്രവുമല്ല മനസ്സ് വളരെയധികം കോൺഫ്ലിക്റ്റ്, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വെറുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകണമെന്ന് തോന്നിക്കുന്ന എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് നിങ്ങൾ പുറത്ത് കടക്കണമെന്നാണ്. ഈ ഒരു വലിയ ഒരു പെയിൻ എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് എനർജിയിൽ നിന്നും നിങ്ങൾ സെൽഫായിട്ട് പുറത്ത് കടക്കുക എന്നാണ് കാണുന്നത്. അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കണം, ഒരു എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ജീവിക്കുക എന്ന എനർജി കൂടി കാണിക്കുന്നുണ്ട്. ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ എനർജിയിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കോൺസെൻട്രേഷനും കൊടുക്കുക എന്നുകൂടി ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കാതെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഡൗൺ ആക്കിയുള്ള എനർജിയിൽ നിൽക്കാതെ നിങ്ങൾ പുറത്തേക്ക് കടക്കുക, മറ്റുള്ളവർക്കൊരു കോൺഫിഡൻസ് ആവാൻ, അതായത് നിങ്ങളെ കണ്ട് മറ്റുള്ളവർ കൂടി ചില കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു എനർജിയിലേക്ക് മാറണമെന്നാണ് കാണുന്നത്. പാസ്റ്റിലെ ആ ഒരു നിരാശ, ദുഃഖം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങളിപ്പോഴും ആ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ, ആ ഒരു ഓർമ്മകളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പക്ഷെ അതല്ല ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. നിങ്ങൾ ആ ഒരു ഓർമ്മകളോട് ഫൈറ്റിംഗ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഓവർ തിങ്കിങ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കുക. നിങ്ങൾ സെൽഫായിട്ട് പുറത്ത് കടക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ലോകത്തെ, അതായത് പുറമേ ഉള്ള മറ്റു വ്യക്തി ബന്ധങ്ങളിലേക്ക് കൂടുതൽ ടൈം ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ചിന്ത, നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഇമോഷണൽ പരമാകുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ ബേസ് ചെയ്തുള്ള ആ ഒരു തോട്ട്സിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണമെങ്കിൽ ആ തോട്ട്സിനോട് ഫൈറ്റിംഗ് ചെയ്യണം. അതായത് ഫൈറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു രീതിയിലും നിങ്ങൾ ആ ഒരു ഓർമ്മകളെ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധം നിങ്ങളൊരു സ്ട്രോങ് എനർജിയിലേക്ക്, സ്ട്രോങ് ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത്. ചാരിയറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രാവലിംഗ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും നിങ്ങളെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പെടുത്തിയിട്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു, ആ ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ വശംവദമായി, അവർക്ക് നിങ്ങളെ ഏത് രീതിയിലും ചൂസ് ചെയ്യാൻ പാകത്തിന് ഒരു ഫ്ലെക്സിബിൾ എനർജി ആയിരുന്നു നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. അതായത് അത്രത്തോളം നിങ്ങൾ അടി പറഞ്ഞ് നിന്ന ആ ഒരു സിറ്റുവേഷൻസിൽ, ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു റിലേഷനിൽ നല്ലതും ചീത്തയും ഒന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നിങ്ങൾ പെട്ട് നിന്നിരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് കാണുന്നത്. മുന്നോട്ടേക്ക് നിങ്ങൾ പോയേ പറ്റൂ. ചിലതൊക്കെ ഇതൊരു ഹാപ്പി ഫാമിലി എനർജി ഉണ്ട് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എനർജിയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആക്ഷൻ എടുക്കണം. ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ മാറ്റി നിർത്തി നിങ്ങൾ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്തതാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി എനർജിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യുക. അതല്ല, നിങ്ങൾക്കിതൊരു കുടുംബമാണ്, ഒരു ബന്ധമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയും പോസിറ്റീവ് ആകുന്ന ഒരു ആക്ഷൻ എടുക്കുക. കൺഫ്യൂസ്ഡ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ
പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫാമിലിയെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത്. 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവസാനിച്ചു പോയി എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു ബന്ധമെങ്കിൽ. ഇനി ഒരു ബന്ധത്തിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനില്ല എന്ന് തോന്നുന്ന ആ സിറ്റുവേഷൻസിൽ നിന്ന് തന്നെ ഒരു വീണ്ടെടുക്കലിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊന്ന് ഇമോഷണൽ ബാലൻസിലേക്ക് വരിക, അതായത് ഒരു ശൂന്യതയിൽ നിന്നും അതുപോലെ തന്നെ ഡൗൺ എനർജിയിൽ നിന്നും ഒരു വലിയൊരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ്ങിലേക്ക് വരിക. അതായത് കൺഫ്യൂഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു എനർജി, അതല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് കടക്കുക, പുറത്തു വരിക എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് നിങ്ങളൊന്ന് സ്നേഹിച്ചു തുടങ്ങണം. സെൽഫ് ലവ് എനർജിയിലേക്ക് വരണം. അതുപോലെ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു മാനസിക പിരിമുറുക്കം കൊണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് വളരെ ശക്തമായിട്ട് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ചില പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആത്മനിയന്ത്രണം ലഭിക്കാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രോബ്ലംസുകൾ വരുന്നു. ഫാമിലിയുമായിട്ടുള്ള ചില എനർജികളും നിങ്ങളുടെ ബന്ധത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ബ്ലോക്കേജുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫാമിലി ബന്ധങ്ങളിൽ തന്നെയാണ് കോൺഫ്ലിക്റ്റിൽ പെടുന്നതായിട്ടും കാണുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സ്പിരിച്വൽ വിസ്ഡം, അതായത് ഒരു നല്ല തിരിച്ചറിവിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദൈവികമാകുന്ന സ്പിരിച്വൽ പാതയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവാൻ ശ്രമിക്കുക എന്നുകൂടി കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജി എന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് പോലും നിങ്ങൾ ശക്തമാകുന്ന ശത്രുഭാവത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ചെറിയൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് ഏർപ്പെടേണ്ട സമയമായി എന്ന് കാണുന്നുണ്ട്. പ്രോബ്ലംസിനൊക്കെ നിങ്ങൾക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ആദ്യം തന്നെ നിങ്ങളിലേക്കൊന്ന് ഇറങ്ങിത്തിരിക്കുക. അതുപോലെ ഈ ഒരു ബന്ധം നൽകിയ ആ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങൾ ശക്തമായിട്ട് പുറത്ത് കടക്കാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്ന എനർജി കാണുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞില്ലേ, കാലം കണക്റ്റഡ് ആക്കിയിരിക്കുന്നതാണ്, കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ്. മുൻജന്മ ബന്ധത്തിൻ്റെയോ മുൻകാല എനർജികളെ ബേസ് ചെയ്തുള്ളൊരു റിലേഷനാണ് നിങ്ങളുടെ ബന്ധത്തിൽ. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഇത്രത്തോളം തട്ടുകേടുകൾ വരാനുള്ള കാരണം, അപ്പം നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സക്സസ് തന്നെയാണ്. പക്ഷേ നിങ്ങളിൽ മാറ്റം വരുത്തുക എന്നതാണ് നിങ്ങളുടെ വെയിറ്റിംഗ് എനർജി. നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് 100% സക്സസ് ആണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ തോട്ട്സും എല്ലാം നിങ്ങൾ വളരെ പെർഫെക്റ്റാക്കി ശുദ്ധമാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളിൽ വന്നിരിക്കുന്ന ഡാർക്ക് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇമോഷൻസ് നിങ്ങളെ തേടി ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ആണ് വരുന്നത്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുക, സെൽഫ് ലവ് എനർജിയിൽ തുടരുക. കൂടാതെ തന്നെ ഇമോഷണൽ ബാലൻസ്, അതായത് ഒരു മെച്യൂരിറ്റിയോട് കൂടി നിങ്ങൾ പെരുമാറുക, ഒരു ഡിപ്ലോമാറ്റിക് എനർജിയിലേക്ക് വരിക. കാരണം നമ്മൾ അമിതമായിട്ട് എവിടെയാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അഡിക്റ്റഡ് ആകുന്നത്, നമ്മുടെ ഫുൾ ടൈം നമ്മളെപ്പോഴും ഒരു അവൈലബിൾ ആവുന്നത്, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റീവാണ് സമ്മാനിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി ഇട്ട് വേണം. എത്ര ആഴമുള്ള ബന്ധമാണ് എന്ന് നിങ്ങൾക്കറിയാം, എത്ര പ്രിയപ്പെട്ടതാണ്, എത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ ഒരു പ്രത്യേക ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കണം. ആ ഒരു എനർജിയിലേക്ക് മാറണമെന്നാണ് കാണുന്നത്. കാരണം ഈ ഒരു റിലേഷനിൽ നിങ്ങൾ അഡിക്റ്റഡ് ആണ്, നിങ്ങൾ ഭ്രാന്ത് പിടിച്ച പോലെയാണ്. നിങ്ങൾ ഈ ഒരു ബന്ധത്തെ നിങ്ങളിൽ നിന്നും അകന്ന് നിന്നിട്ട് പോലും, നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് പോയിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അത്രത്തോളം അഡിക്റ്റഡ് ആയിട്ടാണ്. അത് തന്നെയാണ് നിങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. തീർച്ചയായിട്ടും കാത്തിരിക്കുന്നതിനും വെയിറ്റിംഗ് ചെയ്യുന്നതിനും എല്ലാം പൂർണ്ണത ലഭിക്കുന്നുണ്ട്, സക്സസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളിൽ
നിങ്ങളിൽ മാറ്റം വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇത് ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് ഉറങ്ങാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരവസ്ഥ, ഒരു രീതിയിലും മാനസികപരമായിട്ടൊരു കൺട്രോളിംഗ് ഇല്ല, മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന, ഒരു കാര്യത്തിലും ഏകാഗ്രതയോ ശ്രദ്ധയോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു എനർജി കണക്ട് ചെയ്ത് കടന്നു പോകുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസുകളുണ്ട്, നിങ്ങളായിട്ടുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഫലമായിട്ട് പുറമേ ഒരുപാട് പ്രോബ്ലംസുകളൂടി നിങ്ങളുടെ തലയ്ക്ക് മേളിൽ ഇതിനോടൊപ്പം തന്നെ, ഈ പ്രശ്നങ്ങളോടൊപ്പം പിരിമുറുക്കത്തോടൊപ്പം തന്നെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു ബന്ധനം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ മാനസികപരമായിട്ട് തകർക്കുന്നത് ഒന്നെങ്കിൽ ഒരു ഓൾഡ് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസോ മദർ എനർജിയുടെ പ്രസൻസോ, അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന പാതയിലുള്ള ഒരു ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന, നല്ലൊരു കൺട്രോളിങ് എനർജി ഉള്ള, അല്ലെങ്കിൽ ഒരു ഭരണ എനർജി നിൽക്കുന്ന, അതായത് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ലേഡിയുടെ പ്രസൻസ് നിങ്ങൾക്ക് വളരെയധികം പിരിമുറുക്കം സൃഷ്ടിക്കുന്ന സിറ്റുവേഷൻസും കൂടി ഈ ഒരു എനർജിയോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്യാതെ തന്നെ നിങ്ങൾ വേറെ ഭൗതികമാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസിനെയും കൂടി നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളാൽ വന്നു ചേർന്നിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ നെഗറ്റീവ് ആകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളായിട്ടുണ്ടാക്കിയ ചില തോട്ട്സുകളുടെ ഫലമായിട്ട് നിങ്ങൾ പുറമേ നിന്നും വേറെയും പ്രശ്നങ്ങളെ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതും ഈ ഒരു ബന്ധത്തിൽ തീരുമാനം എടുക്കേണ്ടതും നിങ്ങൾ ഓവർകം ചെയ്യുക എന്നാണ്, നിങ്ങൾ പുറത്ത് കടക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളിലേക്കൊരു ശ്രദ്ധ കൊടുക്കുക, ഒരു ഒന്നെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു അഡ്വൈസോട് കൂടി തന്നെ നിങ്ങളൊരു ഒരു ഹീലിംഗ് പ്രോസസ്സിങ് എന്തെങ്കിലും ചെയ്യേണ്ട സമയം കഴിഞ്ഞ ആളുകളെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ്, ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറേണ്ട സമയമായവരുണ്ട്. അതുപോലെ തന്നെ ഒരു സെൽഫ് ലവിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളിലേക്ക് വരാനുള്ളത് തീർച്ചയായിട്ടും വരും, അതിന് ഒരു മാറ്റവുമില്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരിക എന്നതാണ് കേട്ടോ. ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതിൽ നഷ്ടമൊന്നുമല്ല, ലാഭം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരും. തീർച്ചയായിട്ടും ഒരു 2 ഫേസ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ കരഞ്ഞ് പുറമേ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾ വളരെയധികം ഒരു സ്ട്രോങ് ആകുന്ന, വളരെയധികം ഒരു പവർഫുൾ ആവുന്നൊരു എനർജിയിലേക്ക് മാറുക എന്നതാണ് കാണുന്നത്. ആക്ഷൻ എടുക്കുന്നതിലാണെങ്കിലും ചിന്തിക്കുന്നതിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മിതത്വം പാലിക്കണം, ഒരു അച്ചടക്കം ഉണ്ടാക്കുക എന്നതാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾ വളരെയധികം ഒരു പിരിമുറുക്കത്തിലൂടെ, അല്ലെങ്കിൽ വളരെയധികം സ്ട്രഗ്ലിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ കറൻ്റിലി ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്, നിങ്ങളുടെ സോൾ എനർജിയാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യാനുള്ള കാരണം നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം തീർച്ചയായിട്ടും ഒരു സോൾ കണക്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യും കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. പക്ഷെ നിങ്ങളിൽ മാറ്റം വരുത്തണം. നിങ്ങളിപ്പോൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രഗിളിങ്, മാനസിക പ്രോബ്ലംസുകൾ, നിങ്ങളുടെ ആ ഒരു സെൽഫായിട്ടുള്ള ഫൈറ്റിങ്, ഇതെല്ലാം മാറി നിങ്ങളൊരു സെൽഫ് ഫോർഗീവ്നെസ്സിലേക്ക് വരണം. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കാനും നിങ്ങളോട് തന്നെ ഒരു ആത്മാർത്ഥത കാണിക്കാനും ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പൂർണ്ണത കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിങ് നടത്തേണ്ടതായിട്ടുണ്ട്. ഹീലിംഗ് ചെയ്യുന്ന ആരെയെങ്കിലും സമീപിക്കണം. ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിൽ നിന്നും ഡിപ്രഷൻ, ആൻസൈറ്റി എന്നുള്ള ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുക. കാരണം കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മളിനി ചിന്തിച്ചിട്ടും കാര്യമില്ല, വരാൻ പോണതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കറൻ്റിലി എത്രത്തോളം ക്ലിയർ ആയിട്ട് കടന്നു പോകാമോ അത്രത്തോളം ക്ലിയർ ആക്കുക. ഈ ഒരു ബന്ധം പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കണ്ടിരിക്കുന്ന സറണ്ടർ എനർജിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കർമ്മ ബേസിൽ വന്നിരിക്കുന്ന ബന്ധമാണ്. നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ നേരിടേണ്ടി വരും. ഇമോഷണൽ എഫോർട്ട് എടുക്കേണ്ടി വരുന്ന ബന്ധമാണ്. ഈ ഒരു ബന്ധത്തിൽ
കുറേ കാലം നിങ്ങൾക്കൊരു ഇമോഷണൽ എഫോർട്ട് നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു ബന്ധത്തെ നല്ല രീതിയിലൊന്ന് ക്ലിയർ ആക്കി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സക്സസ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ കൺട്രോൾ എനർജിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലും പൂർണ്ണതയോടുകൂടിയും സന്തോഷത്തോടു കൂടി ഒരു ബന്ധത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ചില സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒറ്റപ്പെടേണ്ടി വരും. തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു എലോൺ എനർജിയും സമ്മാനിക്കും. അപ്പോൾ ഈ ഒരു എലോൺ എനർജിയും നിരാശയും അതുപോലെ തന്നെ റിജക്ഷൻ എനർജിയൊക്കെ ഈ ഒരു ബന്ധത്തിൽ കഴിഞ്ഞു പോയവരെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്ന, ഒരു ബിഗ് ചേഞ്ചിങ് ആണ് വരാൻ പോകുന്നത്. വിട്ടുപോകുന്ന എനർജി, ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലുള്ള പല കാര്യങ്ങളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഈ ഒരു ബന്ധം നെഗറ്റീവാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് പോസിറ്റീവായൊരു റിലേഷൻ തന്നെയാണ്. അതായത് നിങ്ങളുടെ സോൾ എനർജിയാണ്. നിങ്ങൾക്കപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് കർമ്മ ബേസിൽ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ദ ലവേഴ്സ് എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇത് പവിത്രവും അതുപോലെ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകേണ്ട ബന്ധം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സമയം വരണം. ഓരോ വ്യക്തികൾക്കും അതിൻ്റെ കർമ്മ എനർജി അനുസരിച്ചായിരിക്കും റീയൂണിയനും അതുപോലെ തന്നെ പൂർണ്ണതയും ഒക്കെ കിട്ടുക. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഹീലാവാൻ ശ്രമിക്കുക. കർമ്മ ഹീലിംഗ് എനർജിയിലേക്ക് വരിക. ശരിക്കും പ്രാർത്ഥിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, അതുപോലെ തന്നെ പോസിറ്റീവാകുന്ന ചില കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു ചാരിറ്റി പോലുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുക. ഒന്നും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കർമ്മ ഹീലായി വരികയും നിങ്ങളുടെ ബന്ധങ്ങളിലും സിറ്റുവേഷൻസിലും ഫിനാൻഷ്യലിയും കരിയറും അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു പൂർണ്ണത നിങ്ങൾക്ക് ലഭിക്കും. മറ്റേ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്ന സമയമുണ്ട്. അതും കർമ്മ പ്രോബ്ലംസ് തന്നെയാണ്. അതായത് നമ്മുടെ വിധിയിൽപ്പെട്ടതാണ് അതൊക്കെ. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാലും നല്ല ജോബ് ഉണ്ടായാലും നല്ല പാർട്ട്ണർ ഉണ്ടായാലും ഒന്നും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാനോ അതിനെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാനോ പറ്റാതെ പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരും ഓർക്കും ഇതെന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതിൽ ഒന്നേ മാത്രമേ കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ വിധിയിൽ പെട്ടതാണ്, കർമ്മയിൽ പെട്ടതാണ്. അപ്പം ആ ഒരു കർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ, ബാഡ് കർമ്മയിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾ അതിന് പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. ഏറ്റവും നല്ലത് ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുക. ദൈവിക വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം ചെയ്യുക. മനസ്സിനെ ശുദ്ധമാക്കുക. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും ശുദ്ധമാക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജികളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്നത് കേട്ടോ. അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക്.